പല ആളുകളും ചോദിക്കും, ഖുർആൻ്റെ അർത്ഥം പഠിക്കലാണോ ഖൈർ, അതല്ല കൂടുതൽ ഖുർആൻ ഓതി ഖത്മ തീർക്കലാണോ ഖൈർ, എന്താണോ വേണ്ടത്? എല്ലാറ്റിനും അതിൻ്റെ ഖൈറുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ഖൈറായി ഉലമാക്കൾ ഇത്തിഫാക്കോടുകൂടി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണത്? പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ എപ്പോഴാണോ നിനക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണോ നിനക്ക് നിൻ്റെ ലൈഫിൽ ഉപകാരപ്പെടുന്നത്, ആ ഖിറാഅത്താണ് ഏറ്റവും അഫ്ളലായ ഖിറാഅത്ത്. ഖുർആനിൻ്റെ കണ്ടന്റ് അനുസരിച്ച് ജീവിക്കാൻ നീ തുടങ്ങുമ്പോൾ അതിന് നിന്നെ സഹായിക്കുന്നത് ഏത് ഖിറാഅത്താണോ ആ ഖിറാഅത്തിനാണ് ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത്. എന്നാൽ നീ ഇങ്ങനെ ഓതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഖുർആനിൻ്റെ പാരായണം ഒരു താഴ്വാരത്തിലും നിന്റെ ജീവിതം മറ്റൊരു താഴ്വാരത്തിലുമാണെങ്കിൽ അതിന് ഒരുപാട് ഫضലുകൾ കുറവുണ്ട്. അതുകൊണ്ട് ഏറ്റവും അഫ്ളലായ ഖിറാഅത്ത് അമലോട് കൂടിയുള്ള ഖിറാഅത്താണ്. ഈ അമല് ജീവിതത്തിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവർക്ക് റമദാനിൽ ഇത് രണ്ടും ഒരേപോലെ ശ്രേഷ്ഠമുള്ള കാര്യമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക.